ബസ് വന്നില്ല വെച്ച് നാട്ടിൽ പോവാ. ഈ ബോള് ഇന്നലെ വെയിറ്റ്. അയ്യോ ബസ് വരുമല്ലോ. ഓക്കെ നിങ്ങളെ എനിക്കാണോ വിളിക്കുന്നത്? അതല്ലേ ഓക്കെ കയറിക്കോ കൊച്ചു. ഇഷ്ടമായോ? ഓക്കെ എടുത്തെടുത്തു. പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ലൈഫ് വിത്ത് സ്പെഷ്യൽ കിഡ് എങ്ങനെയാണെന്നാട്ടോ. ഇത് കൊച്ചു ആർദ്രവ് സംവേദ് എന്നാണ് ഇവൻ്റെ പേര്. ഇവനിപ്പോൾ 7 വയസ്സ് കഴിഞ്ഞു. ഇവന് ഒരു വയസ്സ് 1.5 വയസ്സൊക്കെ ആയ സമയത്താണ് ആൾ സംസാരിക്കുന്നില്ല, സാധാരണ കുട്ടികളുടെ പോലെ അങ്ങനെ പെരുമാറുന്നില്ല, ഒരു മിങ്കിൾ ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇവനെന്തൊക്കെയോ പ്രത്യേകതകളുണ്ട്, പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലായത്. അങ്ങനെ ഞങ്ങൾ അതിനുള്ള അന്വേഷണത്തിലായി. ഹോസ്പിറ്റലിലെല്ലാം പോയി പീഡിയാട്രീഷ്യനെല്ലാം കാണിച്ചപ്പം അവന് ആരോഗ്യപരമായിട്ട് യാതൊരു കുഴപ്പമില്ല. അവർ കുറച്ച് കഴിഞ്ഞാൽ അവൻ സംസാരിച്ചോളും എന്ന് മാത്രമാണ് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒരു ദിവസം കഴിയുന്തോറും അവൻ്റെ സ്വഭാവത്തിൽ ഇങ്ങനെ വളരെയധികം അഗ്രസീവ്നെസ്സും ഹൈപ്പറും കൂടി വന്നു തുടങ്ങി. അവൻ്റെ ആഗ്രഹങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് അവന് പറയാൻ ഭാഷ ഉണ്ടായിരുന്നില്ല, അവന് സംസാരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ ചെയ്തത് കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് എന്നെ ആക്രമിക്കുക എന്നുള്ളതായിരുന്നു. എൻ്റെ കണ്ണിൽ മാന്തും, മുടി പിടിച്ച് വലിക്കും, ഒരു ദിവസം മുഴുവൻ നിന്ന് കരയും, അങ്ങനെ പലതും. ഒരു ദിവസം മുഴുവനുമൊക്കെ കുട്ടി നിന്ന് കരയും. കരഞ്ഞ് കുട്ടി ക്ഷീണിക്കില്ല. ആ കരച്ചിൽ കേൾക്കുന്ന നമുക്ക് ക്ഷീണം വരും. നമ്മളിത് എങ്ങനെയെങ്കിലുമൊക്കെ സഹിക്കും. പക്ഷെ നമ്മുടെ അടുത്ത് താമസിക്കുന്ന ആളുകളും കൂടെ താമസിക്കുന്ന ആളുകളൊക്കെ ഇതെങ്ങനെ സഹിക്കാനാണ്? എന്ത് ചെയ്യണമെന്ന് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. ഞങ്ങളന്ന് സൗദി അറേബ്യയിലായിരുന്നു. കോവിഡിൻ്റെ കാലഘട്ടമാണത്. ഞാൻ നാട്ടിലേക്ക് എത്തുമ്പം അല്ലെങ്കിൽ തന്നെ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ, അതീവ ഗുരുതരമായിട്ടുള്ള അസുഖങ്ങൾക്ക് പോലും പുറത്തിറങ്ങി ചികിത്സ നേടാൻ കഴിയാത്ത സാഹചര്യം. ആ സാഹചര്യത്തിൽ ഇവൻ സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ ഇവൻ്റെ ഈ പ്രശ്നങ്ങൾ ഇതാണ് എന്ന് നമുക്ക് പോലും മനസ്സിലാകാത്ത ഈ സാഹചര്യത്തിൽ ഞാൻ എങ്ങനെയാണ് അത് മറ്റുള്ള ആളുകൾക്ക് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് ഒരു ഹോസ്പിറ്റലിൽ എത്തുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയായി. ഞാൻ സൗദിയിൽ നിന്ന് തിരിച്ചെത്തുമ്പോൾ സ്വന്തമായിട്ട് അന്ന് യാത്ര ചെയ്യാനുള്ള ഇവിടെ വാഹനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കോവിഡ് ആയത് കാരണം നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷനും ഒന്നും അവൈലബിളും അല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്തുള്ള ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്കാണ് ആദ്യം പോകുന്നത്. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ പീഡിയാട്രീഷ്യനെ കാണിച്ചു. അപ്പോൾ ഇവന് വലിയ കുഴപ്പങ്ങളില്ല, ചെറിയ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്, അത് കേൾവിക്കുള്ള കുഴപ്പമാണെങ്കിലോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവൻ്റെ കേൾവിശേഷി പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ബറ ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് മനോജ് ENTയിലേക്ക് പോയി. അവിടെ നിന്നാണ് മനസ്സിലാക്കുന്നത് ഇവന് കേൾവിശക്തിക്ക് യാതൊരു കുഴപ്പവുമില്ല, നോർമലാണ്, അതിന് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഇവന് ഓട്ടിസമാണ് എന്ന് അവർക്ക് സംശയം പറഞ്ഞത് അവിടെ വെച്ചായിരുന്നു. സത്യത്തിൽ ജീവിതം എന്തായി? ഓട്ടിസം എന്നൊക്കെ പറയുമ്പം ചികിത്സിച്ചാൽ ഭേദമാകാത്തൊരവസ്ഥയോ അത്തരത്തിലൊരവസ്ഥയൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവുക എന്നുള്ളത് ആലോചിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് യാതൊരു ധാരണയുണ്ടായിരുന്നില്ല. ചികിത്സിച്ചാൽ ഭേദമാകുന്നൊരു അസുഖമായിരുന്നെങ്കിൽ ലോകത്തെ എവിടെ കൊണ്ടുപോയി ഞാൻ ഇതിന് ഒരു മാർഗം കാണുമായിരുന്നു, അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. പക്ഷേ ഇല്ല, എൻ്റെ കൊച്ചു ഇനി സംസാരിക്കില്ലേ, അവന് മറ്റു 2 കുട്ടികൾക്കും മൂത്ത 2 മക്കളുണ്ട്, അവർക്കും കൂടെ ബാധ്യതയായിട്ട് എന്നും അങ്ങനെ ആയിരിക്കുമോ, ഞാനില്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും? അങ്ങനെ ഒരുപാട് കാട് കയറി ചിന്തിക്കുന്ന സമയം. സ്പെഷ്യൽ കെയർ ആവശ്യമായിട്ടുള്ള മക്കളുള്ള ഓരോ രക്ഷിതാക്കളുടെയും അനുഭവം ഇതുതന്നെ ആയിരിക്കും. ഞാനും ഒരുപാട് കാലം ഇതേ ആശങ്കയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ, മുന്നോട്ടൊരു വഴി തെളിയാതെ ഒരുപാട് കാലം പകച്ചു നിന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ കൊച്ചുനെയും കൊണ്ട് സാധാ ബസ്സുകളിലും ഇതുപോലെയുള്ള പ്രൈവറ്റ് ബസ്സുകളിലും KSRTCയിലും കാറിലും ഒക്കെ സുഗമമായിട്ട് തന്നെ യാത്ര ചെയ്യുന്നു. ഞാൻ പറയുന്നതെല്ലാം അവന് മനസ്സിലാവും. ഇങ്ങനെ സാധ്യമാവുമെന്ന് തന്നെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല.
ഇതുപോലെ ആശങ്കയിലുള്ള ഒരുപാട് രക്ഷിതാക്കളുണ്ട്. ഇവർക്ക് ഞങ്ങളുടെ ഈ ജീവിതയാത്രകൾ എന്തെങ്കിലും ഒരു പ്രചോദനമാവുമെങ്കിൽ ഞാനത് പറയാൻ ശ്രമിക്കാം, ഞങ്ങളുടെ ജീവിതം നേരിൽ കാണിച്ചുകൊണ്ട് തന്നെ. എല്ലാവർക്കും ശുഭരാത്രി. നന്ദി. ബോളും കൊണ്ട് കൊച്ചിവിടെ എത്തി. ഈ കുഞ്ഞിനെ വിളിക്കാം കേട്ടോ. ഓക്കെ.